ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സ്ത്രീയുടെ മനഃശാസ്ത്രം എന്ന വിഷയമാണ് വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തത്. സ്വാഭാവികമായിട്ടും ആ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ മറ്റൊരു വശമുണ്ടല്ലോ, ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ ആഗ്രഹിക്കുന്ന രൂപത്തിലായിത്തീരാൻ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചർച്ചയായാലോ എന്നതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മോടൊപ്പം പങ്കുചേരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ സയസറാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏകദേശം സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ പുരുഷന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു പുരുഷൻ എങ്ങനെ ആവാം അല്ലേ, അഥവാ പുരുഷൻ്റെ ഗുണങ്ങളിൽ സ്വഭാവങ്ങളിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു. ബിസ്മില്ലാ. നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കുടുംബത്തിൻ്റെ ഭദ്രത അല്ലെങ്കിൽ ആ ഒരു അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡൻസാണ്, നിർദ്ദേശങ്ങളാണ്. ഇവിടെ അറിവില്ലായ്മയാണ് മനുഷ്യൻ്റെ ലൈഫിൽ ഒരുപാട് അബദ്ധങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ചിലവർ പറയാറുണ്ട്, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല, ഇതൊക്കെ നേരത്തെ അറിയേണ്ട കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ അറിവ് ഇല്ലാത്തത് കൊണ്ട്, അറിവ് നേടാൻ സാധിക്കാത്തത് കൊണ്ടൊരു വലിയ അബദ്ധത്തിൽ വീണു പോവരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്ന പുരുഷൻ ആരാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അകക്കാമ്പ്. സ്ത്രീ ഇഷ്ടപ്പെടുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ഭർത്താവിനെ, തൻ്റെ തുണയെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഇയാൾക്കുണ്ടാവണമെന്ന്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബന്ധം ഊഷ്മളമാവാൻ വേണ്ട കാര്യം എന്താ, അതുതന്നെയാണ് അതിലും വേണ്ടത്. എൻ്റെ ഭർത്താവ് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ നാടുണ്ട്, എൻ്റേതായ സംസ്കാരമുണ്ട്, എൻ്റേതായ സ്വഭാവമുണ്ട്, എൻ്റേതായ പ്രകൃതമുണ്ട്, എൻ്റേതായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ജോലിയുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്കൊരുപാട് പരിമിതികളുണ്ട്. എൻ്റെ ദൗർബല്യങ്ങൾ ഉൾക്കൊണ്ട് എന്നെ ആദരിക്കാൻ കഴിയുന്ന, റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുരുഷനാണ് എൻ്റെ ഭർത്താവേണ്ടത്. അതാണ് അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇത് കൊടുക്കുന്ന വിഷയത്തിൽ പുരുഷന്മാർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിതൊന്നും ശ്രദ്ധിക്കില്ല. ചില ആളുകൾ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു സർവൻ്റാണ്, അവരുടെ അടിമയാണ്. ഞാൻ എന്താണോ പറയുന്നത് അത് മുഴുവൻ എൻ്റെ ഭാര്യ കേട്ടുകൊള്ളണം. എന്നാൽ അവർ വേറൊരു വ്യക്തിയാണല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടത് അതേ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മതി. അതിൻ്റെ പേരാണ് സഹാനുഭൂതി അല്ലേ. ആ ഭാര്യയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ പെരുമാറാൻ ഞാൻ ഇഷ്ടപ്പെടുമോ? എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചാൽ മതി. എനിക്ക് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വ മൂല്യങ്ങളുണ്ട്. അതിനെ ആദരിക്കുന്ന, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാവുക എന്നുള്ളതാണ് ഓരോ പെണ്ണും ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. അവിടെ ആദ്യം എനിക്കതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർക്കാനുള്ളൊരു കാര്യം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആദ്യം സ്വന്തത്തിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലേ മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നവരാവാൻ, ആദരിക്കുന്നവരാവാൻ, പരസ്പരം ബഹുമാനിക്കുന്നവരാവാൻ സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ തീർച്ചയായും അവൾ ആഗ്രഹിക്കുന്ന, എൻ്റെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്നെ ആദരിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എനിക്ക് വേണ്ട റെസ്പെക്റ്റ് തരുന്ന ഒരു പുരുഷനായിത്തീരുക എന്നുള്ളത്. ആ രൂപത്തിലാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. രണ്ടാമത്തെ വിഷയം, ഈ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ
കാണുന്ന പുരുഷന്മാരുണ്ട്. എപ്പോഴും അവർ സീരിയസ് ആയിരിക്കും. നർമ്മബോധം തീരെയില്ല. ഒരു തമാശയും പറയില്ല. അല്ലെ, വീട്ടിൽ വന്നാൽ പോലും മസിൽ പിടിച്ചിരിക്കുന്ന പുരുഷന്മാരുണ്ട്. ഭാര്യയോട് ഒരു തമാശ പറയില്ല, മക്കളോട് പറയില്ല. പലപ്പോഴും കൗൺസിലിങ്ങിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാറുണ്ട്. വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വലിയ വ്യക്തിത്വങ്ങളാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവർ വലിയ പൊസിഷനിലായിരിക്കും. പക്ഷെ വീട്ടിലെത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഗോതമ്പിൻ്റെ മാവ് കുഴച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലേ, വീട്ടിലുള്ള ജോലികളിൽ സഹകരിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം ഒരു വലിയ നേതാവാണ്, ഒരു ഭരണാധികാരിയാണ്. അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് അല്ലേ, ഒരു സൈനിക നേതാവാണ്, ഒരു നയതന്ത്രജ്ഞനാണ്. ഒരുപാട് റോളുകൾ നിർവഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അദ്ദേഹത്തിലാണ് മാതൃക. ആ റസൂൽ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടിയാണ് പെരുമാറിയത്. അവർ ചിലപ്പോൾ കലിപ്പിലാവുമല്ലോ, ദേഷ്യം ഉണ്ടാവുമല്ലോ. കത് ഗാറ എന്നുള്ള ആ പ്രയോഗം എന്താ? നിങ്ങളുടെ ഉമ്മക്ക് ഈർഷ്യം വന്നു, ദേഷ്യം വന്നു. ആ പാത്രം ഉടഞ്ഞ സംഭവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ മുഖത്തടിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ വേറെ കല്യാണം കഴിക്കാനോ ഒന്നും പോയിട്ടില്ല. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ക്ഷമ അവലംബിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നർമ്മബോധമാണ്. തമാശയൊക്കെ പറയുമ്പോൾ അല്ലേ, തമാശ പറഞ്ഞതിന് ഭാര്യയെ അടിച്ച പുരുഷന്മാർ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു സംഗതിയാണ്. എന്തോ ഒരു വിഷയത്തിലൊരു മൂപ്പര് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു തമാശ പറഞ്ഞ പൊന്നീച്ച പാറിയെന്നാണ് പറഞ്ഞ എൻ്റെ അടുത്ത്. പൊന്നീച്ച പാർന്ന അടി. ആ പുരുഷനൊക്കെ എന്താ ചെയ്യുക? അല്ലേ, ഭാര്യയുടെ മുഖത്തടിക്കുക, വേദനിപ്പിക്കുക, ഹറാസ് ചെയ്യുക. ഇങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകളെ ഇഷ്ടപ്പെടാനും അവരുടെ കൂടെ ജീവിതം നയിക്കാനും പറ്റുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. നോക്കൂ, എത്രമാത്രം മഹത്തരമായ മാതൃകാപരമായ കാര്യങ്ങളാണ് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് എത്ര മാന്യമായി പെരുമാറണമെന്നതിൻ്റെ എത്രമാത്രം ഉദാഹരണങ്ങൾ അവിടെയുണ്ട് അല്ലേ? അപ്പോൾ ഒരു നർമ്മബോധം എന്ന് പറയുന്നത്, ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ്? വീട്ടിലല്ലേ, മക്കളോടൊപ്പമല്ലേ, ഭാര്യയൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ? സ്വാഭാവികമായിട്ടും ഒരു കാർക്കശ്യത്തിൻ്റെയും ഗൗരവത്തിൻ്റെയൊക്കെ ആ ഒരു ഷർട്ട് വീടിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറാനെന്നാണ് പറയുള്ളത്. വീട്ടിലെത്തിയാൽ കുറച്ചൊക്കെ മക്കളായിട്ട് കളിതമാശകളും ഭാര്യയൊക്കെ കൂട്ടിയിട്ട് അതിലൊരു ഒരുമിച്ച് കുറച്ച് തമാശകളും കാര്യങ്ങളും പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സുകൾ റിലീസ് ചെയ്ത് പോകാനുള്ള, ഒരുപാട് ടെൻഷനുകൾ മറക്കാനുള്ള ഒരു സാഹചര്യമാണത്. അത് വീട്ടിലുണ്ടാക്കാൻ പ്രത്യേകിച്ചും ഉപ്പമാർ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണമെന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, ഏത് പെണ്ണും ഭാര്യ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഭർത്താവ് ട്രസ്റ്റ് വർത്തിയാവണം, വിശ്വസ്തത ഉള്ള, ഹോണസ്റ്റിയായ, സത്യസന്ധനാവുക. കളവ് പറയുന്ന ശൈലി അവർ ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്ന് നിങ്ങൾ എവിടെ പോയിരുന്നത്? അപ്പോൾ അവിടെ ഒരു കളവ്. നേരത്തെ നിങ്ങൾ ആരോടെ ഫോൺ ചെയ്ത് അവിടെ വേറൊരു കളവ്. കളവുകളുടെ ഒരു ഘോഷയാത്ര. എന്നിട്ട് ആ കളവൊക്കെ അവൾ പിടിക്കുകയും ചെയ്യും. പുരുഷൻ മനസ്സിലാക്കുന്ന ഈ കളവ് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാനും പിടിക്കാനും ഇവർക്ക് പറ്റില്ല എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ മനസ്സിലാക്കിയത്, ഒരു പെണ്ണിനെ സൃഷ്ടിച്ച രൂപമുണ്ടല്ലോ, അവർക്ക് എക്സ്ട്രാ സെൻസ് ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അല്ല, അടുക്കളയിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഒരു ഫോൺ വിളിക്കുകയാണെങ്കിൽ ആ ജോലിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളുടെ കാര്യം ഒരു തീരുമാനമാക്കിയിട്ടുണ്ടാവും. അവർ പറയുകയും ചെയ്യും. അള്ളാഹ് എന്തിനായിരിക്കും കൊടുത്തതെന്നറിയോ? ഈ കുടുംബ സംവിധാനത്തിൻ്റെ ആ ഒരു അഖണ്ഡത കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭർത്താവ് പാളിപ്പോവരുത്, എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് പാളിപ്പോകാൻ പാടില്ല. അപ്പോൾ 10 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം വളരെ മൈക്രോ ലെവൽ ഒബ്സർവേഷൻ നടത്തിയിട്ട് അത് മെമ്മറിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും, ആ സമയം ഓർമ്മ ഉണ്ടാവും, സന്ദർഭം ഓർമ്മ ഉണ്ടാവും, എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അന്ന് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇന്ന രൂപത്തിൽ, അതൊരു ഓർത്തു. എന്തുകൊണ്ടാണ്? അത്രമാത്രം ഫാമിലി സെൻറ്റേർഡാണ്
ഒരു പെണ്ണ്. അത് ഖൈറാണ്, നന്മയാണ്. അതെ. അപ്പോൾ അവരത് ഓർത്തു വെക്കുന്നത് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് പറയാണ്, എനിക്ക് അയാൾ ഒരുപാട് കല്യാണം കഴിച്ചു, അപ്പോൾ പോലും എനിക്ക് അയാളെ വെറുക്കാൻ പറ്റുന്നില്ല, എനിക്കയാളെ വെറുക്കാൻ പറ്റില്ല. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിൻ്റെ മനസ്സിൽ മവദ്ദത്തും റഹ്മത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുരുഷൻ മനസ്സിലാക്കില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് എന്നുള്ളത് സെൽഫിഷാണ്. ആ ഭർത്താവ് വേറെ ഒരു പെണ്ണിൻ്റെ അടുത്ത്, അത് ഭാര്യയാണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ പെണ്ണിനൊരിക്കലും സാധിക്കൂല. അപ്പോൾ പെണ്ണ് ആഗ്രഹിക്കുന്ന ഭർത്താവ് വിശ്വസ്തത കീപ്പ് ചെയ്യുന്ന, വളരെ സത്യസന്ധമായി പെരുമാറുന്ന ഒരു വ്യക്തിയാവണം. വിശ്വസ്തതയ്ക്ക് എവിടെയും വലിയ റോളാണല്ലോ ഉള്ളത്. അതിന് വലിയ പങ്കുണ്ട്. അതെവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടോ, എവിടെയൊക്കെ കളങ്കം വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ പ്രശ്നങ്ങളെ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും ഒരു സമൂഹത്തിലെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്, അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണല്ലോ. ആ ഫാമിലിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്കിടയിൽ ആ വിശ്വാസ്യതയ്ക്ക് എവിടെയെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് ആ കുടുംബത്തിനെയാണ് ആകമാനം ബാധിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന, ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നത് തൻ്റെ ഭർത്താവ് വിശ്വസ്തനായി തീരുക എന്നുള്ളത്. അവിടെ കള്ളത്തരം കാണിക്കാനും പൊള്ളത്തരങ്ങൾ ഉണ്ടാവാനും വിശ്വാസവഞ്ചന ചെയ്യാനും ഭർത്താക്കന്മാർ നിൽക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. അതാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഉണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പോൺ എഡിക്ഷനിലേക്ക് പോകുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർ വളരെ സ്വകാര്യമായിട്ടാണ് ഇത്തരം നഗ്ന വീഡിയോസും ചിത്രങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അതൊരിക്കലും കണ്ടുപിടിക്കപ്പെടുകയില്ല, ഭാര്യ അത് മനസ്സിലാക്കില്ല എന്നാണ്. എന്നാൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രതി വൈകൃതങ്ങളിലേക്ക് ഒരു പുരുഷൻ പോയിട്ടുണ്ടെങ്കിൽ, ഇനി മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷൻ പോയി കഴിഞ്ഞാലും അവർക്കത് പെട്ടെന്ന് ഇവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, പുരുഷൻ്റെ ശരീരഭാഷയിൽ നിന്ന് അത് കണ്ടെത്താൻ പറ്റും. അത്ര അഗ്രഗണ്യരാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അതൊക്കെ തന്നെ ആ ഫാമിലി യൂണിറ്റിൻ്റെ ഇൻ്റഗ്രിറ്റിക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. അത് പുരുഷന്മാർ മനസ്സിലാക്കില്ല. അവർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നത്, ഈ ഭാര്യ ഭർത്താവിൻ്റെ രതി വൈകൃതങ്ങളും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവൾ മൂടി വെക്കുകയാണ് തൽക്കാലം, ഇയാൾ ഏതുവരെ പോകുന്നറിയാൻ. അവസാനമാണ് പിടിക്കുന്നത്. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയ സമയത്ത് പിടുത്തം. അപ്പോൾ ഭർത്താവിന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഫോൺ ഹാക്ക് ചെയ്യാൻ പോലും പെണ്ണ് തയ്യാറാവും. അതിന് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി. അവരതൊക്കെ കണ്ടെത്തും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രമാത്രം ഭർത്താവിനോട് അവർ ഡെഡിക്കേറ്റഡാണ്, കമ്മിറ്റഡാണ്. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് ആ രൂപത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യമായാൽ, അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ട്രേസ് ഔട്ട് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ അവർ പ്രത്യേകം ജാഗ്രത പുലർത്തും. അതുകൊണ്ടാണ് വിശ്വസ്തത എന്നുള്ളത്, അത് ഇഖ്ലാസുമായി റിലേറ്റഡ് ആണ്. ആത്മാർത്ഥത, നമ്മൾ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. സിൻസിയറിറ്റി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എന്തും അവൾ സഹിക്കും. എൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചത് ഒക്കെ ആണെങ്കിൽ പോലും സഹിക്കും. പക്ഷെ എന്നിട്ടും ആ ഒരു വിശ്വാസ്യത അവർ കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷെ പുരുഷന്മാർക്ക് തിരിച്ചത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. പിന്നെ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തന്നെ കല്യാണം കഴിച്ച ഭർത്താവ് കോൺഫിഡൻ്റ് ആവണം, ആത്മവിശ്വാസം വേണം. അപ്പം തൻ്റെ മക്കളെ, കുടുംബത്തെ പോറ്റാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി അല്ലേ, അത് ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ആത്മവിശ്വാസം അയാൾക്കുണ്ടായാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക്, മക്കൾക്ക്, എനിക്ക്, അതായത് ഭാര്യയ്ക്ക് ആത്മവിശ്വാസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, നൽകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഉടമ കൂടിയായി ഭർത്താവ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു റോൾ മോഡൽ ആവണം എന്നുള്ളതാണ് പറഞ്ഞത്. ആത്മവിശ്വാസമുള്ള, ജോലിയിൽ ചടുലതയുള്ള, കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുന്ന, പ്രതിസന്ധികളിൽ സഹായിക്കുന്ന, അങ്ങനെയുള്ള നല്ല ഒരു റോൾ മോഡലാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഭർത്താവ്. ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്ന ചില പുരുഷന്മാരുണ്ട്, അവരൊരു ജോലിയിലും നിൽക്കൂല. എന്നിട്ട് ആ കുടുംബം പോറ്റുന്നത് പിന്നെ ആരാണ്? സ്ത്രീയാണ്. കാരണം രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയാസം നേരിടുകയാണ്. എന്നാൽ ഭർത്താവ് കൃത്യമായിട്ട് സാലറി പറ്റുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി
കൃത്യമായിട്ട് അത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പെണ്ണ് ആ വീട്ടിൽ മക്കളെയും കുടുംബത്തെയും നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടാവും. എന്നാൽ പലപ്പോഴും സ്ത്രീകൾ പൊതുരംഗത്തേക്കും ജോലി സ്ഥലത്തേക്കും മറ്റ് വരുമാനങ്ങൾ തേടി പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ പുരുഷന്മാരുടെ ഉത്തരവാദിത്തമില്ലായ്മക്ക് വലിയ പങ്കുണ്ട്. നാം പുരുഷന്മാരത് അംഗീകരിക്കില്ല. ഓരോരു 10,000 റുപ്യ അങ്ങനെ അയച്ചു കൊടുക്കും. ഇപ്പോഴത്തെ കാലത്ത് 10,000-ന് എന്ത് വാല്യൂ ഉള്ളത്? പൈസൻ്റെ ഒക്കെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധം പോലും നമ്മുടെ പല ആളുകൾക്കും ഇല്ല. ഗൾഫിൽ നിന്നൊക്കെ ഇപ്പോഴും 4-5 അംഗങ്ങളുള്ള കുടുംബത്തിലേക്ക് ഒരു 10,000 അയച്ചിട്ട് ഇനി അതിൽ ബാലൻസ് വെക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഓരൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല അല്ലേ. 1 കിലോ അരിക്കുള്ള റേറ്റ് എത്ര എന്നുള്ള അറിയണ്ടേ, ചിലവ് കൂടിയത് അറിയണ്ടേ. അപ്പോൾ അവരെ ജോലിക്ക് പോകാനും പറ്റൂല. ഇയാളുടെ ഈ സർപ്പം നിധി കാക്കുന്നത് പോലെ അവിടെ തന്നെ നിൽക്കണം. എന്നാൽ ഇയാൾ പൈസ അയച്ചു കൊടുക്കുമോ? അയച്ചു കൊടുക്കൂല. അപ്പോൾ ഇന്ന് ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമാനം നേടാൻ പറ്റുന്ന ഒരുപാട് ഹലാലായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾ. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ PG തലം വരെ, ഡിഗ്രി തലം വരെ ഒക്കെ പഠനം നടത്തിയ കുട്ടികൾ, ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരാഗ്രഹിക്കുന്നത് ഭർത്താവ് തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇനി സംരക്ഷിക്കാനുള്ള ജോലി ഇല്ലെങ്കിൽ അവരെ ജോലിക്ക് വിടണം എന്ന് അവരാഗ്രഹിക്കുന്നു അല്ലേ. ഈ നല്ല യോഗ്യത ഒക്കെ ഉണ്ടായിട്ട് ജോലിക്ക് പോവാൻ അനുവദിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കാതെ വരുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. പലപ്പോഴും ഭർത്താക്കന്മാർ അത് മനസ്സിലാക്കാറില്ല. ഇതാണ് പിന്നീട് ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളുമായിട്ട് മാറുന്നത്. ഒരു വലിയ ഫാക്റ്റ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഹൈലി ക്വാളിഫൈഡ് ആയ ടാലൻറ്റഡ് ആയ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ ടാലൻസ്, ആ കഴിവുകൾ അല്ലേ, അത് ഇപ്പോൾ നമ്മളിപ്പോൾ പീസ് റേഡിയോയിൽ ഈ സംവിധാനം നമ്മുടെ അറിവിൻ്റെ ഷെയറിങ് കൂടിയാണല്ലോ. ഈ അവസരം കിട്ടുമ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി ഗ്രോത്തിലേക്ക് വരും. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഗ്രോത്തിലേക്ക് വരും. അതായത് എൻ്റെ അഭിരുചികളും താല്പര്യ മേഖലകളും ഏത് എന്ന് ഞാൻ കണ്ടെത്തി അതിനെ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടാവുമ്പോൾ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. ആ സ്ത്രീക്ക് ആ അവസരം നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും? അവർ മാനസികമായി ഡിപ്രഷനിലേക്ക് പോകും. ഇതവർക്ക് ശാരീരിക മാനസിക രോഗങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ മെഡിസിൻ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കൊടുക്കേണ്ടത്. ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഇമോഷണൽ സപ്പോർട്ട് അവിടെയാണ്. എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഭാര്യയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള എൻഗേജ്മെൻറ്റിലേക്ക് അവളെ നമ്മൾ എത്തിക്കണം. വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അവൾക്ക് അവളുടെ അറിവുകൾ ഷെയർ ചെയ്യാനുള്ള ചില സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വരുമാനം കൊടുക്കുക, അതും പ്രധാനമാണ്. നമ്മൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി കിട്ടുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, കുടുംബത്തിന് തന്നെയാണ്. എന്നാൽ പോലും അവരുടെ കയ്യിൽ പോക്കറ്റ് മണി തീരെ കിട്ടില്ല. അപ്പോൾ അവർക്ക് ചിലവഴിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്, നമ്മൾ കൊടുക്കുന്നില്ല. ഇതവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. എന്നാൽ സാമ്പത്തികമായി ഉന്നത അവസ്ഥയിൽ അവർക്ക് എന്നും അതിനൊക്കെയുള്ള ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അങ്ങനെയുള്ള ഭർത്താവിനെ പെണ്ണ് ഇഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും പൗരുഷത്തിൻ്റെ അടയാളമായി പല ആളുകളും കണക്കാക്കാറുള്ളതും മനസ്സിലാക്കാറുള്ളതും മറ്റു പല കാര്യങ്ങളാണ്. കാർക്കശ്യ സ്വഭാവവും ഒരു ഓർഡറിങ് ആൻഡ് കമാൻഡിങ് പവറും അതൊക്കെയാണ് പൗരുഷം എന്നതാണ് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടി, ഒരു കോൺഫിഡൻസോട് കൂടി തൻ്റെ കുടുംബത്തിനെ നല്ല രൂപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ഭാര്യയുടെ മുന്നിൽ ആ കോൺഫിഡൻസ് കാണിക്കേണ്ടത് അധ്വാനിച്ച്, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് നല്ലൊരു സാമ്പത്തിക നില വീട്ടിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ ചിലവിൽ തൻ്റെ കുടുംബത്തിന് വളരെ സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭാര്യമാരാണെങ്കിൽ അവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ പുറത്തു പോയിട്ട് മാന്യമായ രൂപത്തിൽ പുറത്തു പോയി ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടെങ്കിൽ അവരും അത് ചെയ്യട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാർക്കശ്യത്തോടെ പെരുമാറുന്ന ഒരവസ്ഥയല്ല ഒരിക്കലും പൗരുഷം എന്നുകൂടി ഒരു സാഹചര്യത്തിൽ പറയുകയാണ്. ഇതിൽ വലിയ ഒരു പോയിന്റ് എക്കണോമിക് ആയിട്ടുള്ള വിഷയത്തിൽ, സാമ്പത്തിക മേഖലയിൽ ഒരു സുസ്ഥിരത, എക്കണോമിക് സെക്യൂരിറ്റി ഭർത്താവിന് ഉണ്ടാവണം. അപ്പോൾ എനിക്കൊരു ചുരിദാർ വേണം, ഒരു പർദ്ദ വേണം, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് എനിക്ക് പോകണം, പൈസ ചോദിക്കും, എൻ്റെ അടുത്തില്ല, എൻ്റെ വാപ്പനോട് ചോദിച്ചോ. ഈ മറുപടി പറയുന്ന കുറേ പുരുഷന്മാരുണ്ട്. പിന്നെ ഇയാളെന്തിനാ ആണായി നിൽക്കുന്നത്? ഞാൻ അയാളുടെ കയ്യിലില്ലെങ്കിൽ അയാൾ അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കുക. അതിനാണല്ലോ ആ
സ്ത്രീയുടെ ഉപ്പയിൽ നിന്ന് അവളെ അങ്ങോട്ട് കരാറ് പ്രകാരം വാങ്ങൽ തന്നെയല്ലേ സംഭവം. എന്നിട്ട് അവളെ പരിഗണിക്കില്ല. എന്നിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഡിപ്പെൻഡൻ്റഡ് ആവുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്, സാമ്പത്തികമായ സെക്യൂരിറ്റി എന്നുള്ളത്, സാമ്പത്തിക സുസ്ഥിരത. അപ്പോൾ ഈ സാമ്പത്തിക സുസ്ഥിരത എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക്, എനിക്ക്, എൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ ചെലവുകളും അത് നൽകുന്ന ആരാണ്? ഭർത്താവാണ്. ഈ ഭാര്യയ്ക്ക് സമ്പാദ്യമുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാം, പക്ഷെ നിർബന്ധിച്ച് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഇല്ല. അപ്പോൾ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് ഫിനാൻഷ്യലി സൗണ്ട് ആവണം, സാമ്പത്തികമായി സെക്യൂർ ആവണം എന്നുള്ളത് ഓരോ പെണ്ണിൻ്റെയും ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും. ഭർത്താവ് ഭാര്യൻ്റെ വീട്ടിൽ എന്നിങ്ങനെ പോയിട്ട് ചോദിക്കുന്ന ഒരു ബെഗ്ഗറായി മാറിക്കഴിഞ്ഞാൽ അവിടെ റെസ്പെക്റ്റും ഉണ്ടാവില്ല. ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് നല്ലൊരു കുടുംബ ജീവിതത്തിന്. പ്രത്യേകിച്ച് സ്ത്രീകൾ അതേറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി, ഒരു സാമ്പത്തികമായ ഭദ്രത, ഒരു സുസ്ഥിരത, അത് കുടുംബത്തിന് ഉണ്ടാക്കേണ്ട വരുമാനങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന് തന്നെയാണ്. അത് ഭർത്താവാണ് കണ്ടെത്തേണ്ടത്. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദീൻ പഠിപ്പിക്കുന്നതും കൽപ്പിക്കുന്നതും പുരുഷനോടാണ്. അപ്പം അതുകൊണ്ട് ഭർത്താവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഏതൊരു ഭാര്യയും ഇഷ്ടപ്പെടുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് ധാർമ്മിക മൂല്യങ്ങൾ, അല്ലേ? മതനിഷ്ഠ. അയാൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും, പള്ളിയിൽ പോവും, ജമാഅത്തിൽ പങ്കെടുക്കും, ഖുർആൻ പാരായണം നിർവഹിക്കും, ആളുകളോട് സത്യസന്ധമായി പെരുമാറും, പ്രാർത്ഥനകൾ ചൊല്ലും. എല്ലാറ്റിലും ഒരു സിസ്റ്റമാറ്റിക് ആണ്. എൻ്റെ ഭർത്താവ് ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. ഒപ്പം സമൂഹത്തിൽ നിർമ്മാണാത്മകമായ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഭർത്താവിൻ്റെ കയ്യൊപ്പുണ്ട്. ഒരു പെണ്ണ് ആഗ്രഹിക്കുകയാണ്, ഐ ആം പ്രൗഡ് ഓഫ് മൈ ഹസ്ബൻഡ്. എല്ലാവർക്കും എൻ്റെ ഭർത്താവിനെ അറിയാം. എന്തുകൊണ്ട്? മോശത്തരം കൊണ്ടല്ല. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഭർത്താവ്. നേരെ മറിച്ച് നാട്ടിലുള്ള സകല മനുഷ്യന്മാരോടും കടം വാങ്ങുക, തിരിച്ചു കൊടുക്കാക്കുക, വാക്ക് പാലിക്കാതിരിക്കുക, കണ്ട പെണ്ണിനൊക്കെ പോയി പിടിക്കുക, അല്ലെങ്കിൽ ശൃംഗരിക്കുക, എല്ലാ വൃത്തികേടിലും പങ്കാളികളാവുക. ഇതൊക്കെ ഭാര്യ കേൾക്കാനിട വരിക. എന്നിട്ട് ഒന്ന് പരാതിപ്പെടുകയാണ്, ഓൾക്ക് എന്നോട് ഒരു റെസ്പെക്റ്റും ഇല്ല. എന്ത് റെസ്പെക്റ്റാ? റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൊടുത്താലേ കിട്ടുള്ളൂ. അതിന് ആത്മനിയന്ത്രണം വേണം. നമ്മുടെ മുമ്പിലൊരു പെണ്ണങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മളങ്ങോട്ട് ചാടി വീഴുന്ന വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. എനിക്കെൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള അറിവ് അത് ഭാര്യക്കും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ചില പുരുഷന്മാർക്ക് ഭാര്യ എന്നുള്ളത് ഒരു വീക്ക്നെസ്സാണ്, അല്ലേ? അപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ബോധ്യം കൂടി അദ്ദേഹത്തിന് അവളുടെ മുമ്പിൽ ഉണ്ടാക്കാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട. മറ്റൊന്ന് ലക്ഷ്യബോധമാണ്. ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആഖിറത്താണ്, വല്ല ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലേക്കാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളെ എന്നെ കൊണ്ടുപോകുന്നത്, എൻ്റെ കുടുംബത്തെ നയിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം. അദ്ദേഹം മുവഹിദാണ്, അയാൾക്ക് തൗഹീദുണ്ട്, അയാൾക്ക് അള്ളാഹിനെ സൂക്ഷ്മത ഉണ്ട്. അതുകൊണ്ട് ഞാനൊരിക്കലും തളരുകയില്ല. തവക്കുലുള്ള, ആത്മാർത്ഥതയുള്ള നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ആരുടെ മുമ്പിലും യശസ്സോടുകൂടി നിൽക്കാൻ ആ പെണ്ണിന് പറ്റും. എന്നാൽ നമ്മിൽ എത്ര പേരെക്കുറിച്ച് ഭാര്യമാർക്ക് അങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? സ്വകാര്യ ജീവിതം പ്രത്യേകിച്ച്, തുറന്ന ജീവിതം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ഭാര്യ അറിയാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ എന്ത് റെസ്പെക്റ്റ് അവിടെ ഉണ്ടാവുക? ഇത് പലപ്പോഴും, അല്ലേ, കുടുംബ ജീവിതത്തിൽ കൗൺസിലിങ്ങിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, ഒരു മനുഷ്യൻ്റെ മകനെ കൗൺസിൽ ചെയ്യാണ്. കൗൺസിൽ ചെയ്ത് കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഇയാളെ ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ മാറി ചിന്തിക്കാൻ വില്ലിങ് അല്ല. അപ്പോൾ അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ കുടുംബത്തിലേക്കും കൂടി ചെല്ലുകയാണ്, അല്ലേ? നമ്മൾക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരമാണ് നമ്മുടെ മക്കൾക്കും കിട്ടുക. അതുകൊണ്ട് മൂല്യങ്ങൾ പിടിച്ചു നിൽക്കുന്ന, അതിൽ സംതൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നല്ല തൗഫീഖ് അള്ളാഹു തരുക തന്നെ വേണം. അതുകൊണ്ട് ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന പുരുഷനിൽ ഇത്തരം ക്വാളിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ദീനീ നിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്.
ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യകളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ ആരാധനാ കാര്യങ്ങളിലുള്ള കൃത്യതയാണ്. അങ്ങനെ ഓരോന്നും അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നതാണ് നമ്മൾ നല്ലൊരു ഭർത്താവായി അംഗീകരിക്കാൻ നമ്മുടെ ഭാര്യ നമ്മളിൽ നിന്നും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ചിട്ടയായൊരു ജീവിതം, നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം, എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അള്ളാഹുവിൽ തവക്കലാക്കി മുന്നോട്ട് പോകുന്നൊരു ജീവിതം, ആ ജീവിതമുണ്ടെങ്കിലേ നല്ലൊരു ഭർത്താവായി നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മെ അംഗീകരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും ഇതുപോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയാണല്ലോ വിശ്വാസ്യതയൊക്കെ കൈമോശം വന്നു പോകാറുള്ളത്. അത് ചേർത്ത് വെക്കാൻ പിന്നെ ഏറെ പ്രയാസമാണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, വാല്യൂസ് ആർ കോട്ട് എന്നാണ് അല്ലേ, അത് നോട്ട് ടോട്ട് എന്നുള്ളൊരു ഇതിലുണ്ട്. പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമല്ല, പിടിച്ചെടുക്കേണ്ട കാര്യമാണ്. അഥവാ നമ്മൾ ഉൾക്കൊള്ളുന്ന വാല്യൂസൊക്കെ, മൂല്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അത് കണ്ടു വേണം നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് അത് മാത്രമല്ല സർ, ഒരു മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത് അയാളുടെ വാല്യൂസ് ആണ്. അല്ലെങ്കിൽ നാക്കാലികളും നമ്മളും എന്താ വ്യത്യാസമുള്ളത് അല്ലേ? നാക്കാലികൾ ചെയ്യുന്ന എല്ലാ കാര്യവും മനുഷ്യരും ചെയ്യില്ലേ? എന്നാൽ ഒരു മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ ഉൾക്കൊള്ളുന്ന എത്തിക്സ് ആണ്, വാല്യൂസ് ആണ്. ആ വാല്യൂസ് കൈമോശം വരാതിരിക്കാൻ നമ്മൾ മരണം വരെ ധ്വനിക്കേണ്ടതുണ്ട്. വലാ തമൂത്തുന്ന ഇല്ലാ അൻതും മുസ്ലിമു എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ മുസ്ലിം ആവാതിരിക്കാനുള്ള, മുസ്ലിമിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി മിസ്സിങ് ആവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിലുണ്ട്, ഉണ്ടായിരിക്കും. അവിടെ പിടിച്ചു നിൽക്കണം. അതാ യഖീൻ എന്ന് പറഞ്ഞത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എളുപ്പമൊന്നുമല്ല. പറയാൻ നല്ല എളുപ്പം അതൊക്കെ. അപ്പോൾ അത് ഭാര്യയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. കാരണം ഏത് നേരം നമ്മുടെ കൂടെ ജീവിക്കുന്ന അവരല്ലേ. ഇപ്പോൾ നാട്ടിലൊക്കെ എനിക്ക് നല്ല വില ഉണ്ട്, എൻ്റെ ഭാര്യൻ്റെ അടുത്തും മക്കളുടെ അടുത്തും എനിക്കൊരു വിലയില്ല എന്ന് പറയും ചിലർ. അതാണല്ലോ റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരിൽ ഏറ്റവും ഉത്തമമായി പെരുമാറുന്ന ആളെന്നാണല്ലോ. അല്ലാതെ അങ്ങാടിയിൽ പോയിട്ടോ കൂട്ടുകാരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലല്ലല്ലോ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വീട്ടിൽ മാന്യമായിട്ടാണോ എങ്കിൽ അയാൾ ഏറ്റവും ഉത്തമനാണ് എന്നുള്ളതാണ്. ഇതുമായി ചേർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇനിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒരു കേസ് വരിക. അപ്പം ഭാര്യ പറയുന്ന വിഷയം എന്താ വെച്ചാൽ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എൻ്റെ ഭർത്താവിനോട്, ആ ഡ്രസ്സ് ഒന്ന് വൃത്തിയാക്കാൻ. ഡ്രസ്സ് വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല. അയാൾക്കതില്ല എന്നുള്ള ബോധമില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും ഉൾക്കൊള്ളില്ല. അയാളുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് തീരെ ഇഷ്ടം ഇല്ല. കാരണം എന്താണ്, അത്രമാത്രം വെറുപ്പുണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് അയാളുടെ ശരീരത്തിലുള്ളത്. വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ അറിയാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉളു എടുക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വകാര്യ ഭാഗങ്ങളിലുള്ള മുടികൾ അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ അല്ലേ, പെണ്ണ് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പെണ്ണിൻ്റെ മുമ്പിൽ പുരുഷൻ പ്രത്യക്ഷപ്പെടേണ്ടത് വൃത്തിയിലും വെടിപ്പിലുമാണ്. കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, ഇതൊക്കെ അയാൾ ചെയ്യണം. ഭാര്യ ചെയ്യേണ്ടതുപോലെ തന്നെ ഭർത്താവും അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സർ, വൈകാരിക പിന്തുണ. ഇപ്പോൾ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇപ്പോൾ അവളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അവളുടെ ഉപ്പയ്ക്കൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ അവൾ ഒരു രോഗിയായി മാറി. അത്തരം ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, പരിചരിക്കുക, പിന്തുണയ്ക്കുക, ആ സപ്പോർട്ട് അല്ലേ. പ്രതിസന്ധികൾ രൂപപ്പെടുന്ന ഘട്ടത്തിലാണ് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് വൈകാരിക പിന്തുണ ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് പറയും, ആരെങ്കിലും കൂട്ടിപ്പോയിക്കോ. കാരണം മൂപ്പർക്ക് ആവശ്യം നിർവഹിക്കപ്പെട്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇണങ്ങും. പിണക്കങ്ങൾ ഉണ്ടാവും, ഉടനെ തന്നെ ആ പിണക്കങ്ങൾ ഇണങ്ങും. എന്താ കാര്യം, അദ്ദേഹത്തിലെ ലൈംഗികമായ ദാഹങ്ങൾ തീർക്കാനുള്ള ഒരു വെപ്പണായിട്ടാണ് പെണ്ണിനെ കാണുക. പെണ്ണ് പറയാണ്, മൂപ്പർക്ക് ഇന്നെ വേണം. എന്താ, മൂപ്പരുടെ സെക്സ്വൽ എനർജി ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വെപ്പൺ മാത്രമാണ് ഞാൻ. ഇത് പുരുഷനെ സംബന്ധിച്ച് ഒരു പെണ്ണ് പറയേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാരാ? നമ്മൾ പുരുഷന്മാരാണ്. അപ്പോൾ അതല്ല, നിന്നെ ഏത് പ്രയാസഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു വൈകാരിക പിന്തുണ, അതുപോലെ ദയ, സ്നേഹം, കാരുണ്യം, ഇതൊക്കെ പ്രകടിപ്പിക്കേണ്ടത് ഭാര്യയോടാണ് അല്ലേ. നിങ്ങൾ സ്നേഹത്തോടു കൂടി ഭാര്യയുടെ വായിൽ ഒരു പൊതി ചോറ് അല്ലേ, ഒരു ഉരുള വെക്കുകയാണെങ്കിൽ അതിൽ പുണ്യമുണ്ട്, ബർക്കത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ അർത്ഥത്തിലാണ്. നാട്ടിലുള്ളവരൊക്കെ സൽക്കരിക്കാനും നാട്ടിലുള്ളവർക്കൊക്കെ ഏറ്റവും മാന്യമായി പെരുമാറാനും അവരെയൊക്കെ സന്തോഷിപ്പിക്കാനും അവരുടെ പേരെടുക്കാനും വളരെ പ്രഗത്ഭരാണ് നമ്മൾ. എന്നാൽ
നമ്മുടെ ക്വാളിറ്റി ടൈം, നമ്മുടെ ഏറ്റവും മൂല്യമുള്ള സമയം അവരുടെ കൂടെ ചിലവഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അതിന് അവരും തിരിച്ചങ്ങനെ പെരുമാറണം, അത് വേറെ വിഷയമാണ്, അത് നമ്മൾ പറഞ്ഞ വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ദയ, സ്നേഹം, കാരുണ്യം, നമ്മുടെ പ്രിയപ്പെട്ട സമയം അവരുടെ കൂടെ ചിലവഴിക്കുക എന്നുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണർത്തി എന്ന് തോന്നുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തി നോക്കുക. ചേർക്കേണ്ട കാര്യങ്ങൾ ദീനീ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വെക്കുക. അതോടൊപ്പം തന്നെ ഒരു കൃത്യമായ ചിട്ടയോടെയുള്ള ദീനീ നിഷ്ഠയോടെയുള്ള ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതായത് വിയോജിപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഭാര്യ പറയുന്ന കാര്യത്തോട് യോജിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടാവും. എന്നാൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അത് മാന്യമായി വിയോജിക്കാം. അതൊരു വലിയ കഴിവാണ്. ഒരു എതിരഭിപ്രായം പറയുമ്പോൾ ആ എതിരഭിപ്രായത്തെ മാനിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ, പരിഗണിക്കാനുള്ള ഒരു മനസ്സ്, അല്ലേ? അഭിപ്രായങ്ങളേ കേൾക്കൂല. എല്ലാറ്റിലും ഞാൻ വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോട്ടെ, സമ്മതിക്കൂല. എന്തിനാ എപ്പോൾ പോണേ? അതിന് പറ്റിയൊരു അമ്മായിമ്മ, ഇങ്ങോട്ട് ഒരു കൂട്ടുകമ്പനി. ആ പെണ്ണൊരു വ്യക്തിയല്ലേ, അവൾക്ക് അവളുടെ ഉമ്മൻ്റെ അടുത്ത്, ഉപ്പൻ്റെ അടുത്ത്, കുടുംബത്തിൻ്റെ അടുത്തൊന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമല്ലേ. ഞാൻ അവളെ കല്യാണം കഴിച്ചത് കൊണ്ട് അതൊക്കെ ഞാൻ തടയേണ്ടതുണ്ടോ? ഭർത്താക്കന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇടം, ഒരു സ്പേസ്. ഇന്ന് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു സ്പേസ് ഇല്ല. ആ സ്പേസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോഴേ ഈ വാഹനം മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ടയർ പഞ്ചറായി പോകും, അല്ലേ? വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ പിന്നെ അവർ പറയുന്നൊന്ന് കേട്ടുകൊടുക്കുക, ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ചിലപ്പോൾ അവിവേകങ്ങളും വിഡിത്തങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വിളമ്പും, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. എന്നാലും ഒന്ന് കേട്ടുകൊടുക്കാലോ. എന്നാൽ നമ്മൾക്കുള്ള ഒരു സ്വഭാവം എന്താ വെച്ചാൽ കേൾക്കുമ്പോഴേക്ക് പരിഹാരമായിട്ടാണ് പോകും. അതൊരാഗ്രഹിക്കില്ല. പല പ്രശ്നങ്ങളും അവർക്കൊരു നല്ല ലിസണറായിട്ട് നമ്മൾ നിന്നുകൊടുത്താൽ മതി. പരിഹാരമല്ല അവരാഗ്രഹിക്കുന്നത്, കേൾവി മാത്രമാണ്. അപ്പോൾ പുരുഷൻ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭാര്യ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവായി ഞാൻ മാറണമെങ്കിൽ ഐ മസ്റ്റ് ബി എ ഗുഡ് ലിസണർ. ഞാനൊരു നല്ല ശ്രോതാവ് ആവുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള ആ ഒരു ശ്രദ്ധ, അല്ലേ? വ്യായാമം, നമസ്കാരം, അതുപോലെ തന്നെ ഭാര്യമാരുടെ ചെറിയ കാര്യങ്ങളിൽ പോലുള്ള ശ്രദ്ധ, അല്ലേ? നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറാൻ അറിയാലോ. അതൊന്നും ഞാൻ അയാളോടൊന്നും പറയില്ല, പക്ഷെ മൂപ്പര് കണ്ടറിഞ്ഞ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാളോടും പറയാറില്ല. അത് കണ്ടറിയുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. പറഞ്ഞറിയിച്ചിട്ട് കൊണ്ടുവരുന്നേക്കാളും കണ്ടറിഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരാനന്ദം. എന്നാൽ ചില ഭർത്താക്കന്മാർ മാസങ്ങളോളം പറഞ്ഞാലും കൊണ്ടു കൊടുക്കില്ല, എന്നിട്ട് നാട്ടുകാരോട് പറയിപ്പിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഏറ്റവും നല്ല ഒരു കുടുംബമായി തീരേണ്ട കുറേ ചേരുവകളാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളായി ചർച്ച ചെയ്ത് വരുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഒരു പോയിന്റ് കൂടി പറയാൻ സമയമുണ്ടോ? തീർച്ചയായിട്ടും. ഈ ബുദ്ധി, അറിവ്, ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടല്ലോ. ഭർത്താവ് അറിവുള്ള ഒരാളാവണം, ബുദ്ധിയുള്ള ഒരാളാവണം, ഒരു ജാഹിലാവരുത്. ചില ആളുകളുണ്ടല്ലോ, എവിടെയാണ് എന്താണ് എപ്പോഴാണ് പറയേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ, അവസരബോധമില്ലാതെ, എന്നിട്ട് എല്ലായിടത്തുനിന്നും കേൾക്കും. ആ കേൾക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നും പഠിക്കൂല, ഒരു ക്ലാസ്സും കേൾക്കൂല, ഒരു ഖുത്ബ പോലും കേൾക്കൂല, അവിടെ പോയി കിടന്നുറങ്ങാം. അറിവ് സമാഹരണം നടക്കുന്ന വേദികളാണ് ഖുർആൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രഭാഷണങ്ങൾ. ഇന്നൊക്കെ അതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. പീസ് റേഡിയോയിൽ തന്നെ ഇഷ്ടം പോലെ അതിനുള്ള അവസരങ്ങളുണ്ട്. അതിലൊന്നും ഉണ്ടാവില്ല, ഒരറിവും സമാഹരിക്കൂല. അപ്പോൾ പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. അതിനുള്ള ബുദ്ധിശക്തി ഉണ്ട്, വിവേകമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. കുറേ പറഞ്ഞു കൊടുക്കണ്ട. എന്നാൽ ചില ആളുകൾക്ക് ആഴ്ചകൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇപ്പോൾ ഒന്നും പറയില്ല. എന്താ കാര്യം? പറഞ്ഞിട്ട് കാര്യമല്ല, അല്ലേ? ഈ ഒളിച്ചോട്ടങ്ങളും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം അതാണ്. ഓള് പറയണൊന്നും ഭർത്താവ് കേൾക്കൂല. അവസാനം ഇത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്, അവരെ കേട്ടുകൊടുക്കും. അപ്പോൾ ഷെയ്ത്താൻ അവർക്ക് ദുർബോധനം നൽകും. അപ്പം എന്നാൽ ഒളിച്ചോടിക്കോ,
അങ്ങനെയാണ് പോണത്. ആരുടെ തകരാറാ? ഭർത്താവിൻ്റെ തകരാറ് തന്നെയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേടിത്തൊണ്ടന്മാരാവണവർക്ക് ഇഷ്ടമല്ല അല്ലേ? പേടി റസൂലിൻ്റെ വലിയ ഒരു സവിശേഷതയായിട്ടൊരു ശബ്ദം കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കണ്ട്. നമ്മളാണെങ്കിലോ ഇജ്ജ് പോയി നോക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ? ഇങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവരിഷ്ടപ്പെടുന്ന ആ സാഹസികത അല്ലേ? എന്നെയും മക്കളെയും പരിരക്ഷിക്കാൻ ആവശ്യമായ ആ ഒരു ധീരത, ബ്രൈവറി അതിൻ്റെ ഭർത്താവിനുണ്ട്. അയാൾക്കൊരു പേടിയില്ല. ഞങ്ങൾ അയാളുടെ കൈകളിൽ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി. ധീരതയോടെ പെരുമാറുന്നത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അല്ലേ? തൻ്റെ ഇടം അഥവാ തൻ്റെ ഇടം, അതാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്. ഒരു തൻ്റെ ഇടം കാണിക്കുക എന്നതൊരു പുരുഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഓരോ അവസരവും മനസ്സിലാക്കി താൻ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കുക. അത് കണ്ടറിഞ്ഞ് തന്നെ നിർവഹിക്കാൻ സാധിക്കുക. ആ സാധിക്കുന്നതിലൂടെയാണ് തൻ്റെ ഭർത്താവിനൊരു ഭാര്യ അംഗീകരിക്കുന്നത് എന്നാണ്. അപ്പം അതൊക്കെ പ്രത്യേകിച്ച് സർ ഈ സ്കൂളിലൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ ഭാര്യമാർ പറയുന്ന ഒരു പരാതിയാണ്. എന്ത്? മൂപ്പര് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തും PTA മീറ്റിങ്ങിൽ പോവില്ല. ഫീസ് പോലും ഞാൻ പിന്നാലെ കൂടിയിട്ടാണ് വാങ്ങാറുള്ളത്. എല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്. ചിലവർ പറയണ മൂപ്പര് മക്കളാണ് ഉണ്ടാക്കിയാൽ മതി. ഇതൊക്കെ പച്ചയെ പറയേണ്ട ഗതികേട് ആരാ ഉണ്ടാക്കുന്നത്? ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മകൻ്റെ ഉത്തരവാദിത്തം ആ ഉപ്പക്കും ഉമ്മക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഉപ്പക്കുണ്ട് അല്ലേ? അതിൻ്റെ ചെലവ് സംരക്ഷിക്കേണ്ട അയാൾ തന്നെയാണ്. ഗൃഹഭരണം നമ്മൾക്ക് ഭാര്യയെ ഏൽപ്പിക്കാമെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഇയാളാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ പോലും അതിൽ പോവില്ല. എന്നിട്ട് കുട്ടി കേട് വന്ന് ഏതെങ്കിലും ലഹരി മാഫിയയിൽ അംഗമാകുന്ന സമയത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഈ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രക്ഷിതാവായ ബാപ്പയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ആ ബാപ്പ തനി ഗഫ്ലത്തിൽ, അലസതയിൽ അല്ലെങ്കിൽ അശ്രദ്ധയിൽ ജീവിക്കുകയാണ്. മൂപ്പർക്ക് കാര്യപ്പെട്ട പണി പൈസ ഉണ്ടാക്കുക. ആ പണം ഉണ്ടാക്കുന്ന സമയത്തും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തം ഉണ്ടാക്കും. അതുകൊണ്ട് ഭാര്യ നമ്മെ വെറുക്കാതിരിക്കാൻ ഉണ്ടാവേണ്ട ഏറ്റവും റോൾ മോഡൽ ആവേണ്ട ക്വാളിറ്റീസാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ, നല്ല വിശാലമായ നല്ലൊരു ചർച്ച, നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ചർച്ചയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പല ഒരു സെൽഫ് ഇവാലുവേഷനാണ് ഞാനിവിടെ വെച്ച് നടത്തുന്നത്. നമ്മളൊക്കെ എത്രത്തോളം ആ കാര്യത്തിലുണ്ട് എന്നുള്ളത്. അള്ളാഹു ഏറ്റവും ഭംഗിയായി അതൊക്കെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അറിവൊക്കെ നമുക്ക് പകർന്നു തരുന്ന പണ്ഡിതന്മാർ, ഈ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന സഹദ് സർ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ മേഖലയിൽ കൂടുതൽ സേവനങ്ങൾ നൽകാനും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും എല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പല മേഖലയിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തു. അവർക്കൊക്കെ അള്ളാഹു കൂടുതൽ അറിവുകളും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പീസ് റേഡിയോയുടെ പിന്നണി പ്രവർത്തകരായ ഒരുപാട് സഹോദരന്മാർ, അവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും വേണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.